കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-ാം തീയതിക്ക് മുൻപ് കന്യാകുമാരിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ ഒരു വചന ശുശ്രൂഷയ്ക്ക്, ഒരു ധ്യാനത്തിന് ചെന്നതാണ്. കടലോരത്താണ് ആ ശുശ്രൂഷ. ഈ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം വചന ശുശ്രൂഷ കഴിഞ്ഞ് പള്ളിയിലേക്ക് ഞാൻ നടന്നു വരുമ്പോൾ ഒരു വീട്ടുകാരെന്നെ വിളിച്ചു. അപ്പോൾ ആ വീട്ടിലേക്ക് കയറി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ വീട് വളരെ ചെറിയ വീടായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ദൈവം ഞങ്ങൾക്ക് മനോഹരമായ ഈ 2 നല്ല വീട് പണിയുവാൻ ദൈവം കൃപ നൽകി. ഈശോയെ പ്രിയമുള്ളവരെ, അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, പ്രാർത്ഥിക്കുവാനായി വളരെ ചെറിയ കടലോര ഭാഗങ്ങളിലുള്ള വീടുകൾ, വളരെ ചെറിയ വീടുകളാണ്. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് പോയ അവസ്ഥ ഞാൻ പെട്ടെന്ന് ഓർത്തു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയോ, മനോഹരമായ 2 നല്ല വീട്. എന്നിട്ട് ആ കുടുംബം എന്നോട് പറഞ്ഞു, അച്ഛാ, ദൈവം ഞങ്ങളെ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഭവനം നൽകിയതിന് നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് പോലും പ്രതീക്ഷയുണ്ടായില്ല. ഞങ്ങൾ വിറ്റ് എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിച്ചത്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൽ 6-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠയാണ് വീട്, അതുപോലെ തന്നെ ജോലി, സമ്പത്ത്, ഇത് വരുമാന മാർഗങ്ങൾ. ഇതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം നമ്മൾ ഏൽപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഏൽപ്പിക്കാതെ പോയി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പം അങ്ങനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ജീവിതങ്ങൾക്ക് എന്നും ദുഃഖവും ഭാരവും പ്രയാസവുമാണ്. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ഏറ്റെടുക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ഈ ആശ്വാസം ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടതിന് പകരം മനുഷ്യരുടെ അടുത്ത് പറഞ്ഞ് നാം സങ്കടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുവിൻ. അങ്ങനെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്ക്. അത് നമ്മളൊന്ന് എളിമപ്പെട്ട്, നമ്മളൊന്ന് സഹനം സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവ് എന്നെ തക്ക സമയത്ത് ഉയർത്തുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിനോട് അപേക്ഷിച്ച് നാം നിൽക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തും. എന്നോട് വചനം പറയാണ്, 7-ാമത്തെ വചനം പറയാണ്, അവിടുത്തെ ഏൽപ്പിക്കുവിൻ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. നമുക്കൊരുപാട് ഉത്കണ്ഠകളുണ്ട്. മക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠകളാണ്. എൻ്റെ വചനം പറയുകയാണ്, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ? അപ്പം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളൊരു ദൈവമുണ്ട്. നീ ആ ഒരു ചിന്ത എടുത്തു നോക്കി. നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ഒരു ദൈവമുണ്ട്. നിൻ്റെ മക്കളെ ശ്രദ്ധിക്കാൻ ഒരു ദൈവമുണ്ട്. നിൻ്റെ കൃഷിയിടങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു ദൈവമുണ്ട്. നിൻ്റെ തൊഴിൽ മേഖലയെ ശ്രദ്ധിക്കാൻ ഒരു ദൈവമുണ്ട്. അതെ, എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കാൻ ഒരു ദൈവമുണ്ട്. ആ ഒരു ബോധ്യം, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഹനങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും കർത്താവിനോട് ഒന്ന് ചേർന്ന് നിൽക്കാൻ, ഒന്ന് കാത്തിരിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിലൊന്ന് വിശ്വസിക്കാൻ, താഴ്മയോടെ അവിടെ നിൽക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമുണ്ട് എന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. ബോധ്യത്തിൽ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ദൈവമേ, എന്നെ
പാനപാത്രവും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.